യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരാ ഈ ഭൂമിയിലുള്ളത്? ഓരോ യാത്രകളും ലക്ഷ്യം വയ്ക്കുന്നത് പ്രകൃതിയുടെ കരവിരുത് പ്രകടമാകുന്ന സ്ഥലങ്ങൾ തന്നെ. മഹാനഗരങ്ങളും അന്യരാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കാൻ മനസ്സ് പറഞ്ഞാലും ഞങ്ങൾ ഈ കൊച്ചു യാത്രികർ എന്തു ചെയ്യും? അതിനാൽ ഒരു ഏകദിന പഠനയാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്നാണോ ചോദ്യം? മതിലകം, മാള, ചാലക്കുടി ബ്ലോക്കിൽ ഉൾപ്പെട്ട കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് പേഴ്സൺമാരും പ്രസ്തുത ബ്ലോക്കിൻ്റെ കുടുംബശ്രീ ചെയർപേഴ്സൺമാരും അടങ്ങുന്ന ഒരു പെൺകൂട്ടായ്മ. ആകെ 30 അംഗങ്ങളുണ്ടായിരുന്നു. പഠനയാത്രയുടെ ആരംഭം മുതൽ അതിൻ്റെ ആസൂത്രണവും നിർവഹണവുമെല്ലാം പെൺകരുത്തിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. ആ യാത്ര ഈ താളുകളിലേക്ക് പകർത്താൻ ഒരു എളിയ ശ്രമം നടത്തുകയാണ്. മാള CDSൽ നിന്നാണ് ഞങ്ങളുടെ പഠനയാത്രയുടെ ആരംഭം. രാവിലെ 7 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മാളയിൽ നിന്നും ചാലക്കുടിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ചാലക്കുടിയിൽ നിന്ന് വീണ്ടും യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനം പൂമല ഡാമായിരുന്നു. ഇടയ്ക്ക് ലളിത ചേച്ചി കൊണ്ടുവന്ന ഭക്ഷണം തിരൂർ വെച്ച് ഒരു റോഡ് സൈഡിലുള്ള പെട്രോൾ പമ്പിൻ്റെ പറമ്പിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. സ്വന്തം വീട്ടിലെ അടുക്കള വിട്ട് പുറം ലോകത്ത് ആളുകളുടെ ഇടയിൽ നിന്ന് കൊണ്ടുള്ള ആ പ്രഭാത ഭക്ഷണം ജീവിതത്തിൽ മറക്കാനാവില്ല. പരിതസ്ഥിതികൾക്ക് അനുകൂലമായി പെരുമാറാനുള്ള പെൺമനസ്സുകളുടെ കഴിവ് അപാരം തന്നെയാണ്. ഞങ്ങളുടെ ആദ്യ വിസിറ്റിംഗ് പ്ലേസായ പൂമല ഡാം ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് പ്രദാനം ചെയ്തത്. ജീവിതം പുഴയാണെങ്കിൽ അതിലെ ഓളമാണല്ലോ പ്രണയം. പുഴയെ പ്രണയത്തോടുകൂടി നോക്കാനേ ഒരു സഞ്ചാരിക്ക് കഴിയൂ. അടുത്തതായി ഞങ്ങൾ എത്തിച്ചേർന്നത് പകൽ പോലും പേടിപ്പെടുത്തുന്ന ശൂന്യത നിറഞ്ഞ ആ ഡാം പരിസരത്തേക്ക് തന്നെ. അവിടെ ഒരു പ്രത്യേകത ആമിനത്തയെ കണ്ടുമുട്ടിയെന്നതായിരുന്നു. ആമിനത്ത ആരാണെന്നാണോ ചോദ്യം? ആമിനത്തയാണ് അവിടുത്തെ വാച്ചർ, ഗാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഡാമും പരിസരവും ഇത്ര സുന്ദരമായി കിടക്കുന്നതിൻ്റെ പുറകിലുള്ള കാര്യം ആ വളയിട്ട കൈകൾ തന്നെ. വെള്ളം കണ്ടാൽ അതിലൊന്ന് കാൽ നനയ്ക്കാതെ ഒരു കുഞ്ഞും തിരികെ വരില്ല. പക്ഷേ മനോഹരമായ ഡാമിൽ വെള്ളത്തിലേക്കിറങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. ബോട്ടിങ്ങിനുള്ള അവസരമുണ്ടായിരുന്നെങ്കിലും ആരും അതിന് മുതിർന്നില്ല. പകരം ആ ഡാമിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സൗന്ദര്യം സ്വന്തം കണ്ണിലും ഹൃദയത്തിലും ഒപ്പിയെടുത്തു. മൊബൈൽ ഫോൺ സ്വന്തമായുള്ളവരെല്ലാം വീണ്ടും ആ കാഴ്ച കണ്ട് ആസ്വദിക്കാൻ തങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ കണ്ണുകൾ പലവട്ടം തുറന്നടയ്ക്കുകയും ചെയ്തു. അവിടെ നിന്നും രണ്ടാം യാത്ര ചെപ്പാറയിലേക്കായിരുന്നു. പൊള്ളുന്ന വെയിലേറ്റിട്ടും ഞങ്ങളുടെ സാഹസികത തെല്ലും ചോർന്നുപോയില്ല. തെക്കുംകര പഞ്ചായത്തിലാണ് ഈ ചെപ്പാറ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നട്ടുച്ച നേരത്ത് ആ പാറപ്പുറത്ത് ഓടിക്കയറിയവരിൽ പലർക്കും താഴെ ഇറങ്ങാനായിരുന്നു ബുദ്ധിമുട്ട് തോന്നിയത്. പേടിച്ച് പേടിച്ച് താഴെ ഇറങ്ങിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആത്മവിശ്വാസം ആ മലകയറ്റത്തിൽ പങ്കെടുത്ത ലില്ലി ആൻഡോയ്ക്കും അതുപോലെ തന്നെ ത്രേസ്യ ചേച്ചിക്കും തോന്നിക്കാണണം. കാരണം അവർ മാത്രമാണ് ഏറ്റവും അറ്റത്ത് എത്തിച്ചേർന്നത്. ചെപ്പാറയുടെ സ്വന്തം ജോസേട്ടനെയും അവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ജോസേട്ടനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ കക്കിനിക്കാട് ആദിവാസി കോളനിയിലേക്ക് പുറപ്പെട്ടു. മൂപ്പൻ്റെ വീട്ടിലാണ് ആദ്യം എത്തിച്ചേർന്നത്. ഈ ഊരിൻ്റെ ഇപ്പോഴത്തെ മൂപ്പൻ്റെ പേര് അനിൽ എന്നായിരുന്നു. അനിലിൻ്റെ അമ്മ മൂപ്പത്തി നീറ്റയാണ്. നീറ്റ ചേച്ചിയോടാണ് ഞങ്ങൾ ഊരിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. പുള്ളിക്കാരി പറഞ്ഞു, സ്ത്രീകളാണ് ആ ഊരിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലെന്ന്. മിക്കവാറും പെൺകുട്ടികൾ വിവാഹം കഴിച്ച് പോവുകയും ചെയ്തു. അടുത്തതായി JTLPS കക്കിനിക്കാട് ട്രൈബൽ സ്കൂളിലേക്കാണ് ഞങ്ങൾ ചെന്നത്. മൂപ്പൻ്റെ വീട്ടിൽ നിന്നും അവിടെ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് ജയ്മോൾ ടീച്ചറായിരുന്നു. 59 വിദ്യാർത്ഥികളും ഹെഡ് മാസ്റ്റർ അടക്കം 4 ടീച്ചർമാരും അവിടെയുണ്ട്. 60-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഹെഡ് മാസ്റ്റർ ബിന്ദു മാഡം. സമയം 2 മണി കഴിഞ്ഞു കേട്ടോ. സ്കൂളിലെ സന്ദർശനം തീർത്ത് ഞങ്ങൾ വാഴാനി ഡാം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വിശപ്പിൻ്റെ ഇളിയുണ്ട്. സമയം ഒരുപാടായിരിക്കുന്നു. പുറത്തെ ചൂടും അകത്തെ ചൂടും കൂട്ടത്തിൽ കറണ്ട് പോക്കും കൂടിയായി ഭക്ഷണം കഴിക്കാൻ കയറിയ കടയിൽ വെച്ച്
കിട്ടിയ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിച്ചോ എന്നുള്ളത് സംശയകരം തന്നെയാണ്. ചിക്കനും സാമ്പാറും മീൻകറിയുമൊക്കെയായി ഉച്ചയൂണ് കഴിച്ച് സൂര്യൻ്റെ ചൂടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വാഴാനി ഡാം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചിമ്മിനി ഡാമിലെ വാച്ചർ ആമിനത്തയെ പോലെ വാഴാനി ഡാമിൽ ഞങ്ങളെ വരവേറ്റത് വാച്ചർ സെലിൻ ജോർജ് ആയിരുന്നു. 4 വർഷമായി വാഴാനി ഡാമിൽ അവർ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നു. സെലിൻ ഏറെ വേദനയോടെ പങ്കുവച്ചൊരു കാര്യമായിരുന്നു സ്കൂൾ ടൈമിൽ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ ഡാമിലെത്തുന്നു എന്നത്. യൂണിഫോം ധരിച്ചു വരുന്ന കുട്ടികളെ അവർ ഒരിക്കലും അകത്തേക്ക് കടത്തിവിടാറില്ല. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും എന്നാൽ അവരത് പരസ്യമായി തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഡാമിനകത്തെ പ്രണയ ജോഡികളുടെ പ്രണയലീലകൾ ഇവരെ ഏറെ വേദനിപ്പിക്കാറുണ്ടെന്നും ആരംഭത്തിൽ തന്നെ ഞങ്ങളോട് അവർ പറഞ്ഞു. 1954 1959 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച വാഴാനി ഡാമിൽ മാക്സിമം 63 മീറ്റർ ജലനിരപ്പാണ് ഉണ്ടാവുക. ഇവിടെ നിന്നും കൃഷി ആവശ്യത്തിനായി 9 പഞ്ചായത്തുകളിലേക്ക് വെള്ളം നൽകുന്നുണ്ട്. കുട്ടികളുടെ പാർക്കും പൂന്തോട്ടവുമെല്ലാം ചുറ്റിക്കണ്ട് പാർക്കിലെ ഒരു വള്ളിക്കുടിൽ ഞങ്ങൾ അവസാനം ഒത്തുകൂടി. ഞങ്ങൾ കണ്ട കാഴ്ചകൾ വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് റിപ്പോർട്ടാക്കി. അങ്ങനെ സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് വീണ്ടും ഒരു യാത്ര സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ അവസാനം കുറിച്ചു.